ഗാലക്സി S26, S26 പ്ലസ് എന്നിവ എക്സിനോസ് 2600 പ്രവർത്തിക്കുന്നത്. 3 ഫോണുകളും ഇന്ന് മുതൽ പ്രീ ഓർഡർ ചെയ്യാൻ ലഭ്യമാണ്. ഗാലക്സി S26 അൾട്രയിൽ പുതിയ ബിൽറ്റ് ഇൻ പ്രൈവസി ഡിസ്പ്ലേ ഉണ്ട്. കാത്തിരിപ്പ് ഒടുവിൽ അവസാനിച്ചു. സാംസങ് അതിന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് ഗാലക്സി S സീരീസ് സ്മാർട്ട്ഫോണുകൾ പുറത്തിറക്കി. ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോള വിപണിയിലേക്ക് ഗാലക്സി S26 നിരയെ പരിചയപ്പെടുത്തുന്നു. കോമ്പാക്ട് ഗാലക്സി S26, ഗാലക്സി S26 പ്ലസ്, ടോപ്പ് ഓഫ് ദി ലൈൻ ഗാലക്സി S26 അൾട്ര എന്നിവയാണ് ഈ ത്രയത്തിൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ഗാലക്സി S25 സീരീസിന്റെ പരിചിതത്വം ഡിസൈൻ ഭാഷ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ തലമുറ അർത്ഥവത്തായ അണ്ടർ ദി ഹുഡ് അപ്ഗ്രേഡുകളിലും യഥാർത്ഥ ലോക ഉപയോഗക്ഷമത, ആദ്യ ഇംപ്രഷനുകൾ വർദ്ധിപ്പിക്കുന്ന സവിശേഷതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാംസങ്ങിന്റെ ഫ്ളാഗ്ഷിപ്പ് തത്വചിന്ത വളരെക്കാലമായി മത്സരത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. സ്പെക് ഷീറ്റ് തീവ്രതകളെ പിന്തുടരുന്നതിനുപകരം കമ്പനി പരിഷ്കരണം, ഓപ്റ്റിമൈസേഷൻ, മൊത്തത്തിലുള്ള ഉപയോക്തൃ അനുഭവം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. ആ സമീപനം ഗാലക്സി S26 സീരീസിലും തുടരുന്നു. എതിരാളികൾ ബാറ്ററി ശേഷി 7000 mAhും അതിനുമുകളിലും ഉയർത്തുമ്പോൾ സാംസങ് 5000 mAhൽ പരിമിതപ്പെടുത്തിയ ബാറ്ററികൾ ഉപയോഗിച്ച് കാര്യങ്ങൾ സന്തുലിതമാക്കുന്നു. ചാർജിംഗ് വേഗതയും ഇപ്പോഴും അളക്കപ്പെടുന്നു. ഇപ്പോൾ അൾട്രായ്ക്ക് 60 വാട്ട് ആയി ഉയർന്നിരിക്കുന്നു. അൾട്രാ ഫാസ്റ്റ് മേഖലയിലേക്ക് കടക്കുന്നതിനുപകരം ഈ സമീപനം ഒടുവിൽ സാംസങ്ങിന് അനുകൂലമായി പ്രവർത്തിക്കുമോ അതോ സ്പെക് ഫോക്കസ്ഡ് വാങ്ങുന്നവരെ എതിരാളി ബ്രാൻഡുകളിലേക്ക് തള്ളിവിടുമോ എന്നത് കാലം മാത്രം തെളിയിക്കുന്ന കാര്യമാണ്. ഗാലക്സി S26 സീരീസിൽ പുതിയ AI സവിശേഷതകൾ. ഗാലക്സി S26 സീരീസിനൊപ്പം സാംസങ് നിരവധി അപ്ഗ്രേഡ് ചെയ്തതും പുതിയതുമായ AI സവിശേഷതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സമയബന്ധിതവും സന്ദർഭ അവബോധമുള്ളതുമായ നിർദ്ദേശങ്ങൾ നൽകുന്ന നൗ നഡ്ജ് ആണ് ഇതിൽ മുന്നിൽ. ഉദാഹരണത്തിന്, ഒരു സുഹൃത്ത് ആവശ്യപ്പെടുമ്പോൾ സമീപകാല യാത്രാ ഫോട്ടോകൾ എടുക്കുക. അല്ലെങ്കിൽ ബന്ധപ്പെട്ട സന്ദേശം വരുമ്പോൾ വൈരുദ്ധ്യങ്ങൾക്കായി നിങ്ങളുടെ കലണ്ടർ പരിശോധിക്കുക. നിങ്ങളുടെ ഷെഡ്യൂൾ ചിട്ടപ്പെടുത്തി നിലനിർത്താൻ സഹായിക്കുന്നതിന് നിങ്ങളുടെ ദൈനംദിന ദിനചര്യയെ അടിസ്ഥാനമാക്കി ഓർമ്മപ്പെടുത്തലുകളും അപ്ഡേറ്റുകളും പ്രത്യക്ഷപ്പെടുന്ന നൗ ബ്രീഫ് കൂടുതൽ സജീവവും വ്യക്തിഗതമാക്കിയതുമായി മാറിയിരിക്കുന്നു. അതേസമയം, സർക്കിൾ ടു സെർച്ച് മെച്ചപ്പെടുത്തിയ മൾട്ടി ഒബ്ജക്റ്റ് തിരിച്ചറിയൽ ലഭിക്കുന്നു. ഇത് ഉപയോക്താക്കളെ ഒരു ചിത്രത്തിനുള്ളിലെ ഒന്നിലധികം ഘടകങ്ങൾ ഒരേസമയം പര്യവേക്ഷണം ചെയ്യാൻ അനുവദിക്കുന്നു. ഗാലക്സി S26 സീരീസിന് AI പവർഡ് കോൾ സ്ക്രീനിംഗ് ലഭിക്കുന്നു. ഇത് അജ്ഞാത കോളർമാരെ തിരിച്ചറിയുകയും അവരുടെ ഉദ്ദേശ്യം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ഉപകരണ അഡ്മിൻ പ്രത്യേകാവകാശങ്ങളുള്ള ആപ്പുകൾ അനാവശ്യമായി സെൻസിറ്റീവ് ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ തത്സമയം ഉപയോക്താക്കളെ അറിയിക്കുന്ന സ്വകാര്യത അലേർട്ടുകൾക്കൊപ്പം അധിക സജ്ജീകരണമില്ലാതെ തിരഞ്ഞെടുത്ത ഫോട്ടോകളും വീഡിയോകളും മറയ്ക്കുന്നത് എളുപ്പമാക്കിക്കൊണ്ട് സാംസങ് ഒരു പുതിയ സ്വകാര്യ ആൽബം ഫീച്ചറും ഗാലറി ആപ്പിലേക്ക് നേരിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നു. ഗാലക്സി ഉപകരണങ്ങളിലുടനീളം ഇടപെടലുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ബിക്സ്ബി പോലും കൂടുതൽ സംഭാഷണാത്മകവും അവബോധജന്യവുമായ ഒരു ഉപകരണ ഏജന്റായി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. സാംസങ് ഗാലക്സി S26 അൾട്ര. ഗാലക്സി S26 അൾട്ര ഒരു ബിൽറ്റ് ഇൻ പ്രൈവസി ഡിസ്പ്ലേ അവതരിപ്പിക്കുന്നു. ഇത് ഉപയോക്താവിന് ഉള്ളടക്കം തെളിച്ചമുള്ളതും വ്യക്തവുമായി നിലനിർത്തുന്ന ഒരു ഹാർഡ്വെയർ ലെവൽ സവിശേഷതയാണ്. അതേസമയം വശങ്ങളിലെ ആംഗിളുകളിൽ നിന്ന് ദൃശ്യപരത പരിമിതപ്പെടുത്തുന്നു. പരമ്പരാഗത സ്റ്റിക്ക് ഓൺ പ്രൈവസി ഫിലിമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരിഹാരം നേരിട്ട് ഡിസ്പ്ലേയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് മോഡുകളിൽ ഇത് തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നു. കൂടാതെ പിൻ പാറ്റേണുകൾ, പാസ്വേഡുകൾ നൽകുമ്പോഴോ തിരഞ്ഞെടുത്ത ആപ്പുകൾ തുറക്കുമ്പോഴോ യാന്ത്രികമായി സജീവമാക്കുന്നതിന് ഇഷ്ടാനുസൃതമാക്കാനാകും. നോട്ടിഫിക്കേഷൻ പോപ്പ് അപ്പുകൾ സംരക്ഷിക്കുന്നതിനായി ഭാഗിക സ്ക്രീൻ പ്രൈവസിയും കൂടുതൽ ശക്തമായ സൈഡ് വ്യൂ നിയന്ത്രണത്തിനായി പരമാവധി പ്രൈവസി പ്രൊട്ടക്ഷൻ മോഡും ഉണ്ട്. മുന്നിൽ 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റുള്ള 6.9 ഇഞ്ച് QHD+ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേയും S26 അൾട്രയിലുണ്ട്. ഗാലക്സിക്കായി സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ആണ് ഇത് നൽകുന്നത്. ഇത് CPU പ്രകടനത്തിൽ 19% വരെയും ഇംബ്-വിൽ 39% വരെയും GPU പ്രകടനത്തിൽ 24% വരെയും അവകാശപ്പെടുന്ന നേട്ടങ്ങൾ നൽകുന്നു. മെച്ചപ്പെട്ട തെർമൽ ഇന്റർഫേസ് പ്ലേസ്മെന്റുള്ള പുനർരൂപകൽപ്പന ചെയ്ത വേപ്പർ ചേംബർ ചൂട് കൂടുതൽ കാര്യക്ഷമമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഗെയിമിംഗ്, മൾട്ടിടാസ്കിംഗ്
വിപുലീകൃത വീഡിയോ റെക്കോർഡിംഗ് എന്നിവയ്ക്കിടെ സുസ്ഥിര പ്രകടനം ഉറപ്പാക്കുന്നു. ക്വാഡ് ക്യാമറ സജ്ജീകരണം ഒരു ഹൈലൈറ്റായി തുടരുന്നു. 2x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമുള്ള 200 MP വൈഡ് ക്യാമറ, 50 MP അൾട്രാ വൈഡ്, 5x ഒപ്റ്റിക്കൽ സൂമുള്ള 50 MP ടെലിഫോട്ടോ, 10x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂം, 3x ഒപ്റ്റിക്കൽ സൂമുള്ള 10 MP ടെലിഫോട്ടോ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 12 MP ഫ്രണ്ട് ക്യാമറ സെൽഫികളും വീഡിയോ കോളുകളും കൈകാര്യം ചെയ്യുന്നു. എൻഹാൻസ്ഡ് നൈറ്റോഗ്രാഫി വീഡിയോ, തിരശ്ചീന ലോക്ക് ഓപ്ഷനുള്ള അപ്ഗ്രേഡ് ചെയ്ത സൂപ്പർ സ്റ്റഡി മോഡ് എന്നിവ പോലുള്ള പുതിയ കൂട്ടിച്ചേർക്കലുകൾ കുറഞ്ഞ വെളിച്ചത്തിലോ ഉയർന്ന ചലന സാഹചര്യങ്ങളിലോ പോലും വ്യക്തവും കൂടുതൽ സ്ഥിരതയുള്ളതുമായ ഫൂട്ടേജ് നൽകാൻ ലക്ഷ്യമിടുന്നു. ബാറ്ററി ശേഷി 5000 mAh-ൽ തന്നെ തുടരുന്നു. പക്ഷേ വയർഡ് ചാർജിംഗ് 60 വാട്ട് ആയി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അനുയോജ്യമായ അഡാപ്റ്റർ ഉപയോഗിച്ച് ഏകദേശം 30 മിനിറ്റിനുള്ളിൽ 75% വരെ ചാർജ് സാംസങ് അവകാശപ്പെടുന്നു. വയർലെസ് ചാർജിംഗും വയർലെസ് പവർ ഷെയറും ഫോൺ പിന്തുണയ്ക്കുന്നു. കണക്ടിവിറ്റിയിൽ 5 5G, 4G LTE, Wi-Fi 7, Wi-Fi ഡയറക്ട്, ബ്ലൂടൂത്ത് 6.0 എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ പൊടി, ജലപ്രതിരോധം എന്നിവയ്ക്കുള്ള IP68 റേറ്റിംഗ് ഇത് നിലനിർത്തുന്നു. ഗാലക്സി S26 അൾട്ര 3 കോൺഫിഗറേഷനുകളിൽ ലഭ്യമാണ്. 16GB+1TB, 12GB+512GB, 12GB+256GB. സാംസങ് ഗാലക്സി S26ഉം ഗാലക്സി S26 പ്ലസും S26ഉം S26 പ്ലസും കോർ സ്പെസിഫിക്കേഷനുകളിലും സവിശേഷതകളിലും ഏറെക്കുറെ ഒരുപോലെയാണ്. പ്രാഥമിക വ്യത്യാസങ്ങൾ സ്ക്രീൻ വലുപ്പവും ബാറ്ററി ശേഷിയുമാണ്. രണ്ട് ഫോണുകളിലും അഡാപ്റ്റീവ് 120 Hz റിഫ്രഷ് റേറ്റുകളും 1-120 Hz വിഷൻ ബൂസ്റ്റർ സാങ്കേതികവിദ്യയുമുള്ള ഡൈനമിക് AMOLED 2x ഡിസ്പ്ലേകളുണ്ട്. അടിസ്ഥാന S26ൽ 6.3 ഇഞ്ച് FHD+ സ്ക്രീനുണ്ട്. അതേസമയം S26 Plus 6.7 ഇഞ്ച് QHD+ പാനലിലേക്ക് വലുപ്പമുയർത്തുന്നു. മിക്ക പ്രദേശങ്ങളിലും ഗാലക്സിക്കായുള്ള പ്രീമിയം സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 ആണ് പ്രകടനം നൽകുന്നത്. ഇന്ത്യയിൽ Exynos 2600 വേരിയന്റും ഫ്ലാഗ്ഷിപ്പ് വേഗതയും കാര്യക്ഷമതയും നൽകുന്നു. വൈവിധ്യമാർന്ന ട്രിപ്പിൾ ക്യാമറ സംവിധാനത്തിലൂടെയാണ് ഫോട്ടോഗ്രാഫി കൈകാര്യം ചെയ്യുന്നത്. 2x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമുള്ള 50 MP വൈഡ് ലെൻസ്, 12 MP അൾട്രാ വൈഡ്, 3x ഒപ്റ്റിക്കൽ സൂമുള്ള 10 MP ടെലിഫോട്ടോ, കൂടാതെ സെൽഫികൾക്കായി 12 MP ഫ്രണ്ട് ക്യാമറയും. ഈ ക്യാമറ സജ്ജീകരണം ഗാലക്സി S25, S25 Plus എന്നിവയുമായി ഏറെക്കുറെ സമാനമാണ്. സ്റ്റോറേജ് ഓപ്ഷനുകളിൽ 12GB RAM, 256GB അല്ലെങ്കിൽ 512GB ഇന്റേണൽ സ്പേസ് എന്നിവ ഉൾപ്പെടുന്നു. ബാറ്ററി ശേഷിയും രണ്ട് മോഡലുകൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. S26ൽ 4300 mAh ബാറ്ററിയുണ്ട്. അതേസമയം വലിയ S26 Plusൽ 4900 mAh യൂണിറ്റ് വാഗ്ദാനം ചെയ്യുന്നു. രണ്ടും ഫാസ്റ്റ് വയർഡ് ചാർജിംഗിനെ പിന്തുണയ്ക്കുന്നു. S26 Plusന് 45 വാട്ട് വരെ വേഗത കൈവരിക്കാൻ കഴിയും. S26 ഇപ്പോഴും 25 വാട്ട് ആണ്. ഫാസ്റ്റ് വയർലെസ് ചാർജിംഗ് 2.0. വയർലെസ് പവർ ഷെയർ, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ്. മൂന്ന് ഫോണുകളും ആൻഡ്രോയിഡ് 16 മുകളിൽ ലെയർഡ് ചെയ്ത One UI 8.5 പ്രവർത്തിപ്പിക്കുന്നു. കൂടാതെ 7 വർഷത്തെ OS അപ്ഗ്രേഡുകളും അപ്ഡേറ്റുകളും ലഭിക്കും. ഗാലക്സി S26 സീരീസ് കോബാൾട്ട് വയലറ്റ്, വൈറ്റ്, ബ്ലാക്ക്, സ്കൈ ബ്ലൂ എന്നീ നിറങ്ങളിൽ ലഭ്യമാണ്. കൂടാതെ സാംസങ് ഹോം എക്സ്ക്ലൂസീവ് പിങ്ക് ഗോൾഡ്, സിൽവർ ഷാഡോ എന്നിവയും ലഭിക്കും. മൂന്ന് ഫോണുകളും ഇന്ന് മുതൽ പ്രീ ഓർഡറിന് ലഭ്യമാണ്. ഗാലക്സി S26ന് 87,999 രൂപയിലും ഗാലക്സി S26 Plusന് 1,19,999 രൂപയിലും അൾട്രയ്ക്ക് 1,39,999 രൂപയിലുമാണ് വില ആരംഭിക്കുന്നത്. മൂന്ന് ഫോണുകളും അവയുടെ മുൻഗാമികളേക്കാൾ ഉയർന്ന വിലയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ ഗാലക്സി S26 സീരീസ് ഒരു സമൂലമായ ഓവർഹോളിനുപകരം സാംസങ്ങിന്റെ പരിഷ്കരണ ആദ്യ തത്വചിന്തയുടെ തുടർച്ചയായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഒരു ഗാലക്സി S23 അല്ലെങ്കിൽ പഴയ ഉപകരണത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ പ്രകടന നേട്ടങ്ങൾ, AI സവിശേഷതകൾ, മെച്ചപ്പെട്ട തെർമലുകൾ
ക്യാമറ മെച്ചപ്പെടുത്തലുകൾ എന്നിവ S26 ലൈനപ്പിനെ ആകർഷകമായ ഒരു പടിയാക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ S25 സീരീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അപ്ഗ്രേഡുകൾ കൂടുതൽ ക്രമാനുഗതമാണ്.